ഇക്കഴിഞ്ഞ ജൂണിൽ 25 വയസ്സ് പൂർത്തിയായതേയുള്ളൂ മമിതയ്ക്ക്. ഇതിനോടകം അവർ കൈവരിച്ച നേട്ടങ്ങൾ ആരെയും വിസ്മയിപ്പിക്കും. അവർ നായികയായി 4 സിനിമകൾ തുടർച്ചയായി 100 കോടി ക്ലബ്ബ് മറികടന്നു കഴിഞ്ഞു. തൊട്ടതെല്ലാം പൊന്ന് എന്ന് പഴമൊഴിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് മമിതയുടെ സാന്നിധ്യമുള്ള സിനിമകളെല്ലാം വിജയിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റായി വന്ന പടം മുതൽ നായികയായി പാൻ ഇന്ത്യൻ സിനിമകൾ വരെ പറയുന്നത് വിജയകഥകൾ. 15 വയസ്സുള്ളപ്പോൾ ബാലതാരമായിട്ടാണ് മമിത ചെറിയ ഒരു വേഷത്തിൽ ക്യാമറയെ അഭിമുഖീകരിക്കുന്നത്. പൃഥ്വിരാജ് നായകനായ പാവാട എന്ന ചിത്രത്തിലായിരുന്നു അത്. ചിത്രം വൻ ഹിറ്റായി. മമിത മുതിർന്ന ശേഷം ചെയ്ത ആദ്യത്തെ ചിത്രം സർവോപരി പാലാക്കാരനാണ്. അതിനെ തുടർന്ന് ഹണി ബി 2, വരത്തൻ, വികൃതി, ഗോഗോ, സൂപ്പർ ശരണ്യ തുടങ്ങിയ നിരവധി വിജയ ചിത്രങ്ങൾ ചെയ്തു. എന്നാൽ ഇതിലൊന്നും നായികയായിരുന്നില്ല. എടുത്തു പറയാവുന്ന വേഷം അനശ്വര രാജൻ നായികയായ സൂപ്പർ ശരണ്യയിലേതായിരുന്നു. ഉപനായിക എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു കഥാപാത്രമായിരുന്നെങ്കിലും അനശ്വരയെക്കാളും കയ്യടി കിട്ടിയത് മമിതയുടെ കഥാപാത്രത്തിനായിരുന്നു. സ്വാഭാവികമായും നല്ല ക്രിയേറ്റീവ് മൈൻഡുള്ള ഗിരീഷ് AD എന്ന സംവിധായകന്റെ ശ്രദ്ധയിൽ പതിഞ്ഞ മമിത പ്രേമലു എന്ന ചിത്രത്തിലേക്ക് നായികയായി സെലക്ട് ചെയ്യപ്പെട്ടു. ആ തീരുമാനത്തിന് നിർമ്മാതാക്കളും ഭാവന സ്റ്റുഡിയോസിന്റെ സാരഥികളും ഒക്കെ പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക് ഡബ്ഡ് വേർഷൻ റിലീസ് ചെയ്തിടത്തൊക്കെ തന്നെ മമിത ബൈജു തരംഗമായി. ദേശത്തിനും ഭാഷയ്ക്കും അതീതമായി മമിതയ്ക്ക് എല്ലായിടത്തും ആരാധകരുണ്ടായി തുടങ്ങി. സമകാലികരായ നടികളിൽ പലരും കടുത്ത ചായക്കൂട്ടിൽ അഭിനയിക്കാൻ ശ്രമിച്ചപ്പോൾ ബിഹേവിങ്സിന്റെ സാധ്യതകൾ പരീക്ഷിക്കുവാനാണ് മമിത ശ്രമിച്ചത്. അവരുടെ ചലനങ്ങളും ഭാവങ്ങളും ആരാധകരെ അവരിലേക്ക് ആകർഷിച്ചു. മറ്റൊന്ന് അവരുടെ പെരുമാറ്റ ശൈലിയായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും തലക്കനം കാണിച്ചതേയില്ല. കൃത്രിമ ഭവ്യതയോ വിനയമോ ഒന്നും പ്രകടിപ്പിക്കാറില്ല. സ്ക്രീനിലും പൊതു ഇടങ്ങളിലും വളരെ ആത്മാർത്ഥമായി പെരുമാറുന്ന മമിതയെ തെന്നിന്ത്യൻ പ്രേക്ഷകർ ഒന്നടങ്കം ഇഷ്ടപ്പെട്ടു. ഈ ആരാധക പിന്തുണയാകാം തമിഴ് സിനിമയിലെ ബിഗ് നെയിമുകളുടെ ശ്രദ്ധയിലേക്ക് അവരെ കൊണ്ടുവന്നത്. 2024 പ്രേമലു എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിലും വിജയക്കൊടി നാട്ടിയത്. സൂപ്പർ താരങ്ങൾ ഇല്ലാതിരുന്നിട്ട് പോലും ഈ ഒരു പടം 136 കോടി കളക്ഷനാണ് നേടിയത്. മലയാള സിനിമയുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന വിജയമായിരുന്നു അത്. 2026 സാക്ഷാൽ ഇളയ ദളപതി വിജയുടെ നായികയായി ജനനായകൻ 500 കോടിക്കടുത്ത് മുതൽ മുടക്കുള്ള ബ്രഹ്മാണ്ഡ പ്രോജക്റ്റായ ഈ ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് പോലും അത്ഭുതത്തോടെയാണ് സഹതാരങ്ങൾ പോലും നോക്കിക്കാണുന്നത്. ഇതേ വർഷം തന്നെ സൂര്യനായകനായ വിശ്വനാഥ് ആൻഡ് സൺസിലും നായികയായി. മലയാളത്തിൽ നിന്ന് നായികമാർ തമിഴിലെത്തി വിജയകഥ പറയുന്നത് പുതിയ കാര്യമല്ല. അസിനും നയൻതാരയും അടക്കം നിരവധി പേരാണ് ഈ ഗണത്തിലുള്ളത്. അതിൽ നയൻതാര സൃഷ്ടിച്ച തരംഗം സമാനതകളില്ലാത്തതാണെന്ന് മാത്രം. എന്നാൽ മമിത ഇവരിൽ നിന്നുമെല്ലാം വ്യത്യസ്തയാകുന്നത് 2 കാര്യത്തിലാണ്. ഒന്ന്, ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്ര വലിയ ബ്രാൻഡുകൾക്കൊപ്പം സിനിമകൾ ചെയ്യുക എന്നത് ചെറിയൊരു കാര്യമല്ല. അതിനേക്കാളൊക്കെ ഉപരിയായി തുടർച്ചയായി വമ്പൻ ഹിറ്റുകളുടെ ഭാഗമാകുക. പ്രേമലു ചെയ്യുമ്പോൾ അവർ ഒരു താരമേ ആയിരുന്നില്ല. എന്നിട്ടും 100 കോടി ക്ലബും കടന്ന് അനായാസം മുന്നോട്ടു പോയി. ആരെയും ആകർഷിക്കുന്ന സ്റ്റൈലൈസ്ഡ് ആക്ടിങ്ങിന്റെ ഭംഗി ഏത് ചെറിയ കഥാപാത്രം ചെയ്യുമ്പോഴും കൊണ്ടുവരുവാൻ മമിതയ്ക്ക് കഴിഞ്ഞു. സിനിമാ പശ്ചാത്തലം ഒന്നുമില്ലാത്ത ഒരു ഇടത്തരം കുടുംബ സാഹചര്യത്തിൽ നിന്നുമാണ് മമിതയുടെ മുന്നേറ്റം. കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിൽ ഡയബറ്റിക് ക്ലിനിക് നടത്തുന്ന ഡോക്ടർ ബിജു കൃഷ്ണന്റെയും വിനിയുടെയും മകളായ മമിതയ്ക്ക് മിഥുൻ എന്നൊരു സഹോദരൻ കൂടിയുണ്ട്. മെഡിസിൻ പഠിച്ച് ഡോക്ടറായി അച്ഛൻ നടത്തുന്ന ക്ലിനിക്കിൽ അദ്ദേഹത്തിനൊപ്പം പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച മമിതയ്ക്ക് സിനിമയോടും അളവറ്റ ഇഷ്ടമുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ 2ൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ട അവസ്ഥ വന്നപ്പോൾ, മികച്ച ഓഫറുകളും ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേർന്നപ്പോൾ മമിത സിനിമയാണ് തിരഞ്ഞെടുത്തത്. ആ തീരുമാനം ശരിയായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. കരിയർ ഗ്രാഫിൽ വന്ന മാറ്റങ്ങൾ സംസാരത്തിലോ പെരുമാറ്റത്തിലോ സംഭവിക്കുന്നില്ല എന്നതാണ് മമിതയുടെ പ്രത്യേകത. ഇത്രയും വലിയ താരമായിട്ടും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നത് താൻ തന്നെയാണെന്ന് പറയുന്ന മമിത പഴയ കാലത്തെ പൊങ്ങച്ചങ്ങളൊന്നും പറയാറില്ല. ഒരു സാധാരണ പെൺകുട്ടിയായാണ് താൻ വളർന്നതെന്നും പ്രൈവറ്റ് ബസ്സിലും ഓട്ടോയിലും
കാൽനടയായും സഞ്ചരിച്ചാണ് ജീവിച്ചതെന്നും പറയാൻ അവർക്ക് മടിയൊന്നുമില്ല. അന്നും മമിതയുടെ വീട്ടിൽ ആഡംബര കാറുകളൊക്കെ ഉണ്ടായിരുന്നു. പെരുമാറ്റത്തിലെ ലാളിത്യം മമിതയുടെ കൂടപ്പിറപ്പാണ്. സൂര്യയുടെ കടുത്ത ഫാനായിരുന്ന മമിത കോളേജ് വിദ്യാർത്ഥിനി ആയിരിക്കുമ്പോൾ ഏതോ ഒരു തമിഴ് പടത്തിന്റെ പ്രമോഷനു വേണ്ടി കൊച്ചിയിലെ ലുലുമാളിൽ വന്ന സൂര്യയെ ഒരു നോക്കു കാണുവാനായി ചെന്നതും കാണാൻ പറ്റാതെ മടങ്ങിയതും പറയുന്നു. എന്നാൽ ഇന്ന് അതേ സൂര്യയോടൊപ്പം അതേ വേദി പങ്കിടുവാനുള്ള ഭാഗ്യതാരമായിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. നായിക എന്ന നിലയിൽ മമിതയുടെ ആദ്യത്തെ മികച്ച പ്രകടനം 2021 യൂട്യൂബിൽ റിലീസ് ചെയ്ത കളർപ്പടം എന്ന ഷോർട്ട് ഫിലിം ആയിരുന്നു. തുടർച്ചയായി 100 കോടി ക്ലബിൽ കടന്ന 4 സിനിമകളാണ് മമിതയുടെ ക്രെഡിറ്റിൽ. പ്രേമലുവിന് 8 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയ മമിത ജനനായകനിൽ 75 ലക്ഷവും തുടർന്നുള്ള സിനിമകളിൽ 3 കോടി വരെ വാങ്ങിയതായും അറിയുന്നു. വിശ്വനാഥൻ ആൻഡ് സൺസ് കൂടി ഹിറ്റായതോടെ അത് ഇനിയും ഉയരുമെന്നും 4 കോടി വരെ ഓഫറുണ്ടെന്നും പറയുന്നു. മമിതയ്ക്ക് വീട്ടുകാരിട്ട പേര് നമിത എന്നായിരുന്നു. ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ അബദ്ധത്തിൽ അതിൽ മമിത എന്ന് കണ്ടു. സ്കൂളിൽ ചേർത്തപ്പോൾ പ്രിൻസിപ്പലിനോട് വിവരം പറഞ്ഞു. നമിതമാർ ഒരുപാടുള്ളതുകൊണ്ട് ഈ പേര് മാറ്റേണ്ട എന്നായിരുന്നു മറുപടി. ആ വാക്കിന്റെ അർത്ഥം ചോദിച്ചവർക്ക് മുന്നിൽ അർത്ഥമറിയാതെ നിന്നുപോയി. പിന്നീട് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ സ്വീറ്റ് എന്നർത്ഥം കണ്ട് അവർ പോലും അന്തം വിട്ടു. ഇന്ന് ഒരു ജനതയുടെ മുഴുവനും സ്വീറ്റായി മാറിയിരിക്കുകയാണ് മമിത. ചിരിയിലും നോട്ടത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലുമെല്ലാം വല്ലാത്തൊരു തരം പോസിറ്റീവ് വൈബ് സൃഷ്ടിക്കുന്ന മമിത മലയാളികളുടെ മനസ്സിൽ കയറിക്കൂടിയിട്ട് 10 വർഷം പൂർത്തിയാകുന്നു.